നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജെൻസി പ്രക്ഷോഭത്തിൽ ആരുടെ ഭാഗത്തായിരുന്നു നമ്മൾ നിലകൊണ്ടത് എന്നുള്ളത് എല്ലാവരും ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും പറയേണ്ടത് ഈ സാഹചര്യത്തിൽ അത്യാവശ്യമായിരുന്നു. അത് സർക്കാരിനൊപ്പമായിരുന്നോ അതോ വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉറപ്പായിട്ടും വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെയായിരുന്നു. കാരണം ഇവർ പറയുന്ന ഒരു കാര്യവും, അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടുന്ന ന്യായീകരണങ്ങൾ ഒന്നും തന്നെ ജെൻസിക്ക് പറ്റുന്നതാണോ അല്ലെങ്കിൽ അവരോട് പറയേണ്ടതാണോ എന്നുള്ള കാര്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും ജെൻസിയുടെ ഭാഗത്താണ്. കാരണം അവരെ ഒരിക്കലും എതിർക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ജെൻസി തെറ്റാണ് എന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഇവർ തെറ്റാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഒന്നാമത്, 1997-നും 2012-നും ഇടയിലാണല്ലോ ഈ ജെൻസി എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകുന്നത്. നരേന്ദ്രമോദി അങ്ങേര് പ്രധാനമന്ത്രി ആകുന്നത് 2014-ലാണ്. അപ്പോൾ തന്നെ നോക്കുക, ഏറ്റവും മുതിർന്ന ജെൻസിക്ക് പ്രായം 17 വയസ്സാണ്. ഈ 17 വയസ്സ് ഏറ്റവും ഇളയവനാണെങ്കിൽ പ്രായം ഏതാണ്ട് 2 വയസ്സുണ്ടാകും. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന കാലഘട്ടം ഏതാണ്? 2026-ആണ്. അപ്പോൾ അവർക്ക് 14 മുതൽ 29 വയസ്സ് വരെ പ്രായം ഇപ്പോൾ നമുക്ക് കണക്കാക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇവർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അന്നേരം നിങ്ങളൊക്കെ ഉയർത്തിയേക്കാം. ഇവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. രാഷ്ട്രീയ ബോധമില്ലെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. കാരണം അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും മോദി വന്നതിന് ശേഷമുള്ള ഇന്ത്യയാണ്. മോദി വന്നതിന് ശേഷമാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത് ഇവര് ജനിച്ച അറിവ് വെച്ചൊക്കെ വരുമ്പോൾ തുടങ്ങി UPI ഉണ്ട്, QR കോഡ് ഉണ്ട്, വന്ദേ ഭാരത് ഉണ്ട്, എക്സ്പ്രസ് ഹൈവേകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, പുതിയ വിമാനത്താവളങ്ങളുണ്ട്, ഡിജിറ്റൽ ഇന്ത്യയുണ്ട്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 60 വർഷത്തോളം ഭരിച്ച ഭരണകൂടത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഈ 60 വർഷം ഒരു ഭരണകൂടം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ഒരു ചായക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോ പൈസ എടുത്ത് കൊടുക്കോ? ഇല്ല, നമ്മൾ സ്കാൻ ചെയ്താണ് കൊടുക്കുന്നത്. അവിടെ രൂപയുടെ വിനിമയം കുറഞ്ഞു. രൂപയുടെ ഈ വിനിമയം കുറയുക എന്ന് പറയുന്നത് പോലും അതൊരു ശരിയായ രീതിയല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് ഉണ്ടാകാതിരുന്നതിന്റെ സാഹചര്യമുണ്ട്. പക്ഷെ ഇന്ന് ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് ഉണ്ട്. നമുക്ക് രാത്രിക്ക് പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ, അതായത് ഏത് നിമിഷം വേണമെങ്കിലും ട്വീറ്റ് ചെയ്യാം, നെറ്റ് നോക്കാം, എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സർവീസ് പ്രൊവൈഡിങ് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഇവിടെ വരേണ്ടത് ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരൻ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്ന ഒരു യുഗത്തിലേക്ക് ഈ സാഹചര്യം മാറിയിട്ടുണ്ട്. കുറെ കൂടി സാവകാശം എടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് അതിന് ഉചിതമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ അഴിമതികൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തു നോക്കിയിട്ട് പരിശോധിച്ച് അതിന്റെ പേരിൽ നടന്നിട്ടുള്ള അഴിമതികളെല്ലാം തന്നെ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നതാണ്. നമുക്ക് നെറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലാവുകയും ചെയ്യും. ഇന്ന് യു പി ഐയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് വിദേശവും കടന്നു പോവുകയാണ്. സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വിദേശത്തെ എല്ലാ സാങ്കേതിക വിദ്യകളും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവിടെ മറ്റു രാജ്യങ്ങളെ ഇന്ത്യ താങ്ങി നിൽക്കുന്നത്, നമ്മൾ അങ്ങനെയല്ല നാടൻ ഭാഷയിൽ പറയുക, താങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞത് ചിലർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 2014-ന് മുമ്പ് ഈ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് മോദി എന്ന് പറയുന്ന അല്ലെങ്കിൽ BJP ഭരണകൂടം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചതി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എത്ര മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു, എത്ര MBBS സീറ്റുകൾ ഉണ്ടായിരുന്നു, ദേശീയ പാതകൾ ഉണ്ടായിരുന്നു, ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്യണം. കാരണം എന്നാലാണ് ഏറ്റുമുട്ടാൻ കുറച്ചുകൂടി ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള മാറ്റർ
നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജൻസികളോട് ഇത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. കാരണം അവർ ഇപ്പോൾ നിൽക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്കെതിരെയാണ് പൊരുതാൻ പറ്റുകയുള്ളൂ. അതിപ്പോ ഇതിനു മുമ്പത്തെ ഭരണകൂടത്തിനോട് ആയാലും ആ സമയത്തെ അവസ്ഥ എന്തായിരുന്നോ, അന്ന് ആര് ഭരിച്ചിരുന്നോ അവർക്കെതിരെയാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സിലിണ്ടറിന്റെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്ന് BJPയും സ്മൃതി ഇറാനിയുടെ ആ പടമൊക്കെ വളരെ വൈറലാണ് ഇപ്പോഴും. സ്മൃതി ഇറാനി ഈ പറയുന്ന സിലിണ്ടറുമായിട്ടൊക്കെ വന്നുകൊണ്ട് UPA ഭരണകാലത്ത് സമരം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അന്ന് BJP എടുത്ത അതേ സ്റ്റാൻഡാണ് ഇന്ന് വിദ്യാർത്ഥികളും എടുക്കുന്നത്. ഇന്ന് അതാണ് കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ പ്രസന്റ് കണ്ടീഷൻസിനനുസരിച്ചിരിക്കും ഒരു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള അവസ്ഥ എന്നുള്ളത് കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി അഴിമതി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, ഒരു വാർത്ത, ഒരു ട്വീറ്റ് അല്ലെങ്കിൽ ഒരു ആരോപണം ഇതൊക്കെ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് നമുക്ക് ബംഗ്ലാദേശിലെയോ അല്ലെങ്കിൽ ശ്രീലങ്കയിലെയോ അല്ലെങ്കിൽ നേപ്പാളിലെയോ പോലെയുള്ളതായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ്. വരുന്ന അടുത്ത ഒരു ടാർഗറ്റ് അവർ പറഞ്ഞിട്ടില്ല. അടുത്തൊരു ടാർഗറ്റ് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഏകദേശ ചിത്രം മനസ്സിലാകും എന്നുള്ളതാണ്. ഏതാണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ ഒരു നീറ്റ് സമരം ഏറ്റെടുക്കുന്നത് മുതലുള്ള ഓരോ കാര്യവും നമുക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തെ ന്യായങ്ങളെ മുഴുവനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇവർ ഉയർത്തി കാണിച്ചിട്ടുള്ള നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അത് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. ഈ പരിഹരിക്കേണ്ട കാര്യത്തെ വഷളാക്കി പുണ്ണാക്കി കുത്തിപ്പൊട്ടിച്ച് ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും അവിടേക്ക് പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന RSS, അതും തികഞ്ഞ RSSകാരൻ കടന്നു വരുമ്പോൾ ഇനി അടുത്ത പ്രക്ഷോഭം എന്നത്തേക്കുണ്ടാകും എന്നുള്ളത് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. എന്തായാലും 2000 മുതൽ ഏതാണ്ട് 2010കളുടെ തുടക്കത്തിലുമൊക്കെ നമ്മുടെ രാജ്യത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഫോടനത്തിന്റെ വാർത്തയൊക്കെ കേൾക്കാമായിരുന്നു. ഡൽഹി, മുംബൈ, ജയ്പൂർ, ഹൈദരാബാദ്, അസം, വാരണാസി, അങ്ങനെ നീണ്ടു പോവുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമൊക്കെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ അന്നത്തെ കാലത്ത് നടന്നതാണല്ലോ. ഇന്നിപ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ? നമുക്ക് പുറത്തു പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇന്നിപ്പോ ലഡാക്കിലേക്കൊക്കെ പോകുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇതൊന്നും ഇപ്പൊ പറയേണ്ട ഒരു വസ്തുതയല്ല എന്നുള്ളതായിരിക്കും നിങ്ങൾ പറഞ്ഞു വരുന്നത്. എന്തായാലും ജെൻസിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർത്തു പോകേണ്ടുന്ന ചില ഒരു കാര്യം കൂടിയുണ്ട്. അത് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജെൻസിയുടെ ഭാഗത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു രാജ്യത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു രീതി കൂടി, ഫോർമാറ്റ് കൂടി ഇവര് കൊണ്ടുവന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അവരെ എതിർക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് എങ്ങനെയാണ് അവർക്കറിയാത്ത ഒരു ഇന്ത്യയെ ഇതുവരെയും പരിചയപ്പെടുത്തി കൊടുക്കാത്ത, അല്ലെങ്കിൽ ഇവരറിയാതെ പാഠപുസ്തകങ്ങൾ തിരുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യയെ നയിച്ച ഒരു ഭരണകൂടത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ ഈ ഒരു വിഷയം എന്നും ഉയർന്നു നിൽക്കും. ഇനിയിപ്പോൾ അടുത്തത് ജെൻ ആൽഫ വരുന്നുണ്ടാവും, ജെൻ ബീറ്റ വരുന്നുണ്ട്. ഇവർക്കെല്ലാം മുന്നിലേക്ക് വെക്കുന്ന ഒരു വലിയ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അന്നന്നത്തെ സാഹചര്യങ്ങൾ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കുന്ന ഒരു വിഭാഗത്തെയായിരിക്കും. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇതിൻ്റെ ചരിത്രം പഠിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മളെല്ലാവരും ഓരോ ചരിത്രം പഠിച്ചാണ് വന്നത്. ഈ പഠിച്ച ചരിത്രം മുഴുവനും നമ്മുടേതായിരുന്നില്ല. ബാർബേറിയന്മാരുടെയും മുഗളന്മാരുടെയും ഒക്കെ ആയിരുന്നു ഈ ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെ പഠിച്ചത് എന്നുള്ള ചോദ്യം അവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട്. ആ മുഴച്ചു നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പറയുന്ന പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ ഇതുവരെയും സമരത്തെ മുന്നോട്ട് നയിച്ച് വിജയിപ്പിച്ച CJPയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. കാരണം അതൊന്നുമല്ല, ഇനിയുള്ള കാലത്തിലേക്ക് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ് ഒരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്തു കൊടുക്കേണ്ടത്. അതിനു മുമ്പേ തന്നെ, അതായത് ഒരു കാലേ കൂട്ടി ഈ പ്രക്ഷോഭം ഇത്രത്തോളം വഷളാക്കാനായിട്ട് വഴിവെച്ചിട്ടുള്ള,
അതായത് മോദിയുടെ ഒരു അപ്രമാദിത്വം എന്ന് പറയുന്നത് ഇവിടെയും കാണാൻ കഴിയും. നമ്മൾ കണ്ടതാണ്. RSS പോലും BJP-യോട് അല്ലെങ്കിൽ മോദിയോട്, BJP-യോട് എന്ന് പറയുമ്പോൾ ഇന്ന് BJP-യുടെ മുഖം എന്ന് പറയുന്നത് മോദിയാണ്. മോദിയോട് എതിർത്ത് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഈ ഒരു പ്രക്ഷോഭത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് RSS പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം BJP-ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് RSS രണ്ടാമത്തെ തവണയാണ് BJP-ക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വലിയ പതനത്തിനുള്ള ഒരു തുടക്കം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജൻസികൾ മുഖേന ഈ ഒരു വിഷയം ഉയർന്നു വരുന്നുണ്ട്. അത് ഒരു പതനത്തിനുള്ള തുടർച്ചയായിട്ട് കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതും നമുക്ക് സംശയമാണ്. കാരണം നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ സംഭവിച്ചതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ജൻസിയുടെ ഭാവി CJP-യുടെ കയ്യിൽ വളരെ ഭദ്രമായിരിക്കുമെന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയൂ.